ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ PSC ജോലി എന്ന വലിയ സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒപ്പം സഞ്ചരിക്കാൻ നമ്മുടെ ചാനൽ ഡ്രീം PSC വിത്ത് മീ ഇന്ന് മുതൽ തുടങ്ങുകയായി. ഇന്നത്തെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഏറ്റവും പ്രയോജനപ്രദമായ വീഡിയോ ആയിരിക്കും. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ LGS LDC ഒക്കെ പഠിച്ച പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്. നമ്മൾ എത്ര വർഷം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാലും പരീക്ഷാ ഹാളിലെ 1.5 മണിക്കൂർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അനുസരിച്ചാണ് നമുക്ക് മാർക്ക് ലഭിക്കുന്നതും റാങ്ക് ലിസ്റ്റിലെത്തുന്നതും ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും. അതുകൊണ്ട് തന്നെ എത്ര കൂടുതൽ പരീക്ഷ എഴുതി ശീലിക്കുന്നുവോ അത്രയും പ്രയോജനകരമാണ്. 10th പ്രിലിംസ് ഡിസംബർ 28 മുതൽ 4 ഘട്ടങ്ങളായി നടക്കും. സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ മെയിൻസ് പരീക്ഷകളുടെ പ്രിലിംസാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഈ ചാനൽ കുട്ടികളെ പരീക്ഷയോട് കൂടുതൽ അടുപ്പിക്കാനും കൂടുതൽ പരീക്ഷകളെക്കുറിച്ച് മനസ്സിലാക്കാനും പരീക്ഷ എഴുതേണ്ട രീതികൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു ചാനലാണ്. മുൻവർഷ ചോദ്യപേപ്പറുകൾ, മാതൃകാ ചോദ്യപേപ്പറുകൾ ഇവയൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ വരുന്ന 10th പ്രിലിംസ്, അതിനുശേഷം 10th മെയിൻസ്, അതിനുശേഷം വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS VFA, പിന്നീട് 2026 LGS LDCക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങി പരീക്ഷകൾക്ക് മുൻതൂക്കം നൽകിയുള്ള ഒരു ചാനൽ. താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ വർഷം 2024 നടന്ന LGS പരീക്ഷയുടെ 4 ചോദ്യപേപ്പറിലെ GK, കറണ്ട് അഫെയർ, സയൻസ് ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ. ആദ്യം 1ാം ഘട്ട പരീക്ഷ കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകൾക്ക് വേണ്ടി നവംബർ 2 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഇതിന് PSC ഫൈനൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റു 3 ചോദ്യപേപ്പറുകൾക്കും പ്രൊവിഷണൽ ആൻസർ കീ വെച്ചായിരിക്കും നമ്മൾ ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യ ചോദ്യം: നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം. ഉത്തരം ജാവലിൻ ത്രോ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? മദ്രാസ്. 1913 തുടങ്ങിയ ഗദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ലാല ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? മറാത്ത. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. ഇത് LGSന് 2ഓ 3ഓ ഘട്ടങ്ങളിൽ ആവർത്തിച്ച ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിങ്തോ പ്രഭു. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്ന് കടമെടുത്തു? സോവിയറ്റ് യൂണിയൻ. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം 30 വയസ്സ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം 25. 2ാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ. 2ാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ലോർഡ് കേഴ്സൺ. അടുത്തത് ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യമാണ്. കാരണം മൂലധനം ഒരു മുഖവുര എന്നതാണ് EMSൻ്റെ കൃതി. അതുകൊണ്ട് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. 18ാമത്തെ ചോദ്യത്തിൽ 2 ശരിയല്ലാത്ത പ്രസ്താവനകളുള്ളതുകൊണ്ട് അതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. 19 ശരിക്കും പറഞ്ഞാൽ PSC ബുള്ളറ്റിനിലും
തൊഴിൽ വീതിയിലുമൊക്കെ ഈ ചോദ്യം ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിവേ, എഴുതിയവരുടെ ഭാഗ്യക്കുറവുണ്ടോ എന്തോ ആ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. നീതി ആയോഗ് 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1-ാം സ്ഥാനം പങ്കിട്ട രാജ്യം ഉത്തരാഖണ്ഡ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? അതും ഉത്തരം ശരിയില്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ട ചോദ്യമാണ്. സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം. 2 രാജ്യങ്ങളും 40 സ്വർണ്ണ മെഡലുകൾ വീതം നേടി. അഗ്നി, സൂര്യ. ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിസൈൽ. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ശരിക്കും പറഞ്ഞാൽ ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ എന്നായിരുന്നു പ്രൊവിഷണൽ കീയിൽ. പിന്നീട് ഇവയൊന്നും തെറ്റല്ല, എല്ലാം ശരിയാണ് എന്നുള്ള രീതിയിലാണ് ആൻസർ കീ വന്നിരിക്കുന്നത്. അപ്പോൾ ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ശരിയല്ലാത്ത ജോഡി ആന്ധ്രാപ്രദേശാണ്. കാരണം ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതി. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയുടെ ഹൃദയം അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. ചോദ്യം 28. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലെയുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉയരം കൂടിയ ഹിമാദ്രിയിലാണ്, അല്ലാതെ സിവാലിക്കിലല്ല. അത് തെറ്റാണ്. നാഗ, ഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ തെറ്റായ പ്രസ്താവന 3ാമത്തെ പ്രസ്താവന. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഹരിയാന. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്ത്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാൽ വാർഡല്ല, ബ്ലോക്ക് പഞ്ചായത്താണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡി ആണ് തെറ്റായ പ്രസ്താവന. കേരളത്തിൻ്റെ സമുദ്രതീരത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിൻ്റെ കടൽ തീരം ഇപ്പോൾ 590 കിലോമീറ്റർ. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്ക്. എല്ലാം ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, ശരിയായ ജോഡികൾ ഏതെല്ലാം? ശരിയായ ജോഡികൾ പാമ്പാടുംചോല ഇടുക്കി, ആറളം കണ്ണൂർ. 2ഉം ശരിയായ ജോഡികൾ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കായിക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം. അപ്പോൾ ശരിയായ പ്രസ്താവന 1ഉം 2ഉം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ ശരിയല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് അടുത്ത ചോദ്യം.
കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ. വിവിധ വൈദ്യുത സ്രോതസ്സുകൾ: താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളം പദ്ധതി വിഴിഞ്ഞം. നീണ്ടകരയല്ല, വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ അതാണ് തെറ്റ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം കേരളം. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അഷ്ടമുടിക്കായലിനെ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. വേമ്പനാട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. എല്ലാം ശരിയാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നതാണ് ശരി. കാരണം പമ്പ കിഴക്കോട്ടല്ല. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ പെരിയാറും കിഴക്കോട്ടല്ല, പമ്പയും കിഴക്കോട്ടല്ല. പാമ്പാർ കിഴക്കോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതും തെറ്റ്. ശരിയായ പ്രസ്താവന സി മാത്രം. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കുന്നു? മലനാട്, ഇടനാട്, തീരപ്രദേശം. അടുത്ത ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. തോമസ് വർഗീസ് അല്ല, തോമസ് മാത്യു ആണെന്ന് പറഞ്ഞാണ് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തുലാവർഷമല്ല. 1ഉം 2ഉം ശരിയാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. വരയാട് അല്ലെങ്കിൽ നീലഗിരി താറിനെ സംരക്ഷിക്കാൻ പ്രൊജക്റ്റ് നീലഗിരി താർ ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാട്. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കലാരൂപം മുടിയേറ്റ്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2023 IPLൽ IPL ചരിത്രത്തിലെ ആദ്യത്തെ ഇമ്പാക്റ്റ് പ്ലെയർ തുഷാർ ദേശ്പാണ്ഡെ. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയ വ്യക്തി വി മധുസൂദനൻ നായർ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ VK മോഹൻ കമ്മീഷൻ. കറണ്ട് അഫെയർ കൂടുതലും PSC ബുള്ളറ്റിനായിരുന്നു. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വൈറ്റമിൻ D. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കാൻ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന വനമേഖല നാഷണൽ പാർക്ക്. താഴെ പറയുന്നവയിൽ ഏതു കാർഷിക വിളയിൽ ഉൾപ്പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ കിഴങ്ങുവർഗം? വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഡയേറിയ. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. ശരി ഉത്തരം കണ്ടെത്തുക. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ഇതാണ് അവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ E. coli ബാക്ടീരിയ.
കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറോലിങ്ക്. ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ. തന്നിരിക്കുന്നതിൽ ക്രിസ്റ്റൽ ആകൃതിയിൽ ഇല്ലാത്ത കാർബണിൻ്റെ രൂപം കൽക്കരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കാൻ അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ. എല്ലാ ധാതുക്കളും അയിരുകളാണ്. തെറ്റാണ്. ലോഹത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടാവണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോകം വേർതിരിക്കാൻ സാധിക്കണം. 2ഉം 3ഉം ശരി. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. തിരിച്ച് ഡൈനമോയിലും അങ്ങനെ തന്നെ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജരൂപമാണ് ശബ്ദം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശ്രവണ പരിധി മനുഷ്യരുടെ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. അപ്പോൾ അത് തെറ്റാണ്. 1ഉം 2ഉം ശരി. കേരള ഗവൺമെൻറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേര് സാരഥി. ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്? ശാസ്ത്രജ്ഞർക്ക്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ വയോമിത്രം. താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ചിക്കൻ പോക്സ്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ: വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ഫസ്റ്റ് എയ്ഡ്. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം. മാംസ്യം അഥവാ പ്രോട്ടീനിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡട്ടെല്ല പെർട്ടൂസിസ്. ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ വാരിസെല്ല വാക്സിൻ. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലീ രോഗം ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന പദ്ധതി ശ്രുതിതരംഗം. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. അപ്പോൾ കണക്ക് നമുക്ക് ഒന്നിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് 2ാം ഘട്ട ചോദ്യപേപ്പറിലേക്ക് കിടക്കാം. 2ാം ഘട്ട പരീക്ഷ നടന്നത് നവംബർ 23 പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലക്കാർക്ക്. എ കോഡിലെ ചോദ്യപേപ്പർ. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? വില്യം ബൻഡിക്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചത് നാനാ സാഹിബ് താന്തിയ തോപ്പി. ബീഗം ഖസ്രത്ത് മഹൽ ഫൈസാബാദിലല്ല ലക്നൌവിലായിരുന്നു. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ. ഇത് തമ്മിൽ തിരിഞ്ഞുപോയി. 1 മാത്രം ശരി. ദാദാഭായി നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ദ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ
സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ മിറാത്ത് ഉൽ അക്ബർ, സംബാദ്, കൗമുദി. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1821 1812 അതിനെ ഡിലീറ്റ് ആവുമോ നമുക്കറിയില്ല. രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളാണ് ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ആദ്യ രാജവംശം മൂഷകമല്ല. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്ത അവകാശം സ്വത്തവകാശം, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇത് 4ാം ഘട്ടത്തിൽ ആവർത്തിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണവുമായി സംബന്ധിച്ച ഭേദഗതി. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സ്ഥിരതയോടുള്ള വളർച്ച, സ്വാശ്രയത്വം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 10+, ഇവിടെ ശരിയുത്തരം B ആണ്. 10+2+3 പാറ്റേൺ നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ ദൗത്യം ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗം വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 2003. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടൻ മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ P. ധർമ്മജൻ എഴുതിയ നോവലിലെ
കഥാപാത്രമല്ലാത്തത് സുമതി. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി ഓപ്ഷനിൽ 30%. ഉത്തരം മാറാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ശാസ്താംകോട്ട. വന്യജീവി സങ്കേതങ്ങൾ, സംരക്ഷിത ജീവികൾ: ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ, സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, വരയാട് ഇരവികുളം, റീഡർ തവള കക്കയം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 32.14 കിലോമീറ്റർ. മാനക രേഖാംശം 82.5 പൂർവ്വരേഖാംശം. വടക്കേ അറ്റത്ത് ഇന്ദിരാക്കോൾ, തെക്കേ അറ്റത്ത് ഇന്ദിരാ പോയിന്റ്. എല്ലാം ശരിയാണ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യൂതേദശ പദ്ധതി അല്ല ദാമോദർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ബക്രാനങ്കൽ. ഇത് രണ്ടുമാണ് ശരി. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ. ശരി ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് അല്ല. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. ചേരുംപടി ചേർക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം PSLV C-57. സമൂഹ ശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്റ്റ് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ കപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം 2023 ഏത് ദിനത്തിൻ്റെ സന്ദേശമാണ് ലോക മണ്ണ് ദിനം? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, പില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ബന്ധപ്പെട്ടത് വിറ്റാമിൻ എ. കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ തന്നിരിക്കുന്നതിലേതാണ്? നാളികേരം. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന പരിസ്ഥിതി സംഘടന IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് സിഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണ് കറിയുപ്പ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം രാസോർജം. മനുഷ്യൻ്റെ ശ്രവണപരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടുപിടിക്കുക. എല്ലാ ദ്രവ്യവും ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കും.
രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. എല്ലാം ശരിയാണ്. അടുത്തത്, എല്ലാ ധാതുക്കളും അയിരാണ് തെറ്റ്. എല്ലാ അയിരും ധാതുക്കളാണ്, അത് ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന 2 മാത്രം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് 3 പേർക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം, മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളെ മരുന്നുകളോടുള്ള അതിജീവന ശക്തിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതി കർസാപ്പ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത. ഇതൊരു വ്യത്യസ്തതാ ചോദ്യമാണ്. പ്ലാസ്മോഡസ്മാറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ് എന്ന രോഗത്തിൻ്റെ രോഗകാരി നെഗ്ലേറിയ. അതിൻ്റെ പേരാണ് നെഗ്ലേറിയാസിസ്. ജീവിതശൈലി രോഗനിയന്ത്രണത്തിൻ്റെ പേര്, അത് ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അമൃതം ആരോഗ്യമാണ് ശരി. ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്തരം പ്ലോറ. പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്ന് കരളിൽ എത്തിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ. ഏത് രോഗത്തിൻ്റെ വ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം അസം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ഇനി നമുക്ക് 3ാം ഘട്ട ചോദ്യപേപ്പർ. 3ാം ഘട്ട പരീക്ഷ നടന്നത് നവംബർ 30 തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ. ശരിക്കും പറഞ്ഞാൽ LGSൻ്റെ 4 ഘട്ടങ്ങളിൽ വെച്ച് 2ാം ഘട്ടം നല്ല പ്രയാസമായിരുന്നു. 3ാം ഘട്ടവും അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ചോദ്യപേപ്പർ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും പ്രയാസം ഞാൻ പറഞ്ഞു 2ാം ഘട്ടം. പിന്നെ 1ഉം 3ഉം ഏകദേശം ഒരുപോലെ. ഏറ്റവും എളുപ്പം 4ാം ഘട്ട പരീക്ഷയായിരുന്നു. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബംഗാളിലാണ് ശാശ്വത ഭൂനികുതി. ചോർച്ചാ സിദ്ധാന്തം ദാദാബായി നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. ശരിയായ പ്രസ്താവന 1857 ലക്നൗ നേതാവ് ഹസ്രത്ത് മകൾ. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ച INC സമ്മേളനം ലാഹോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് എല്ലാ ഘട്ടത്തിലും ആവർത്തിച്ചു ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം അറിയപ്പെടുന്ന പേര് റിപ്പബ്ലിക്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 21A എന്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു? വിദ്യാഭ്യാസം. മലബാറിലെ കാർഷിക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. കുറിച്യൽ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളി.
G20 കൂട്ടായ്മയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഉൾപ്പെടാത്ത രാജ്യം സിംഗപ്പൂർ. ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ അജയ്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച, ഇതിൽ ഉള്ള പഞ്ചവത്സര പദ്ധതി 9ാം പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലും ഒരു തർക്കം വരാൻ സാധ്യതയുണ്ട്. അരുണാചൽ പ്രദേശ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഇതിനെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. HN കുൻസ്രു അല്ല, അതിൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. KM പണിക്കർ അതിൽ അംഗമായിരുന്നു. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ട്ല, മംഗലാപുരം. കൂട്ടത്തിൽപ്പെടാത്ത പട്ടണം മധുര. ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം ഏതെല്ലാമാണ്? സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതിയാണ്. ഹരിത കേരളം മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി നടത്തിയ പച്ചത്തുരുത്ത് പദ്ധതി ഏത് ജില്ലയിൽ നടപ്പിലാക്കി? തിരുവനന്തപുരം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ജീവൻ രക്ഷാ പതക്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ചത് ഡെക്കാൻ പീഠഭൂമി. SCERT ക്വസ്റ്റ്യൻ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബാരാലാച്ചല ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിരിക്കുന്നത്? 82.5 പൂർവ്വ രേഖാംശം. ബൽവന്ത് റായി മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ ഭരണഘടനാ സാധുത. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഇടയ്ക്കൽ ഗുഹ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജാണ് ക്വസ്റ്റ്യൻ. പള്ളിക്കര. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? 2ാം സ്ഥാനം കാപ്പി. 1859 കേരളത്തിലെവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി വന്നത്? ആലപ്പുഴ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം 1.25 കോടി മലയാളികൾ. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശമേത്? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്നു. വയനാട് സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. 2695 മീറ്റർ ഉയരം. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം കോതമംഗലം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ദക്ഷിണാഫ്രിക്ക. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് പൃഥ്വിരാജ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു പാകിസ്ഥാൻ താരമാണ്. അദ്ദേഹത്തിൻ്റെ പേര് അർഷാദ് നദീം.
ലോക നാട്ടറിവ് ദിനം ഒരു വ്യത്യസ്തതയാർന്ന ചോദ്യമാണ്. ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാമത്തെ ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ്. മികച്ച നടൻ കിലിയൻ മർഫി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. പേര് നീലു. ചുവടെ നൽകിയവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് ചർവണകം, അഗ്രചർവണകം. 2ഉം 4ഉം. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് വൈറ്റമിൻ D. ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? വെണ്ട. വന അവകാശ നിയമം നിലവിൽ വന്ന വർഷം 2006. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗോവ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഒരു സർക്യൂട്ട് പൂർത്തിയാണെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടായിരിക്കും. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഒരു സർക്യൂട്ട് പൂർത്തിയായില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടായിരിക്കും. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. സി അല്ല, ഡി. 2ഉം 3ഉം ശരിയാണ്. ധാതുക്കൾ, അയിരുകൾ. ഏത് പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകമുണ്ടാകും. അതിൻ്റെ സവിശേഷതയായി വരാവുന്നത് ഏതാണ്? ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര് കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിലെ വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത്? ടൈഫോയിഡ്. സ്തനാർബുദം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റ് മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിഷ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറം. ജലജന്യ രോഗമായ കോളറെ പരത്തുന്ന രോഗാണു വിബ്രിയോ. നവജാത ശിശുക്കളിലെ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ആലമാണോ ബ്ലീച്ചിങ് പൗഡറാണോ? ബ്ലീച്ചിങ് പൗഡറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂനെ.
താഴെ പറയുന്നവയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി JB നദ്ദ. ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കാൻ കേരള ഗവൺമെൻറ് രൂപീകരിച്ചത് അമൃതം ആരോഗ്യം. ഏത് മാർഗത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്ന മാർഗം? മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? നിപ്പ, എംപോക്സ്. അപ്പോൾ 4ാം ഘട്ട പരീക്ഷ ഇന്നലെ ഡിസംബർ 7 നടന്ന അവസാനഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറിലേക്ക് നമുക്ക് പോകാം. LGSലെ 4 ഘട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലക്കാരുടെ പരീക്ഷ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ചമ്പാരൻ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലത്ത് നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്ത വ്യക്തി ഉദ്ധം സിംഗ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം നടത്തുന്നതിന് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങളിൽ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്ത വ്യക്തി ഡോക്ടർ S. രാധാകൃഷ്ണൻ. 7ാം ചോദ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളിൽ പെടുന്നവ സമത്വത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 3 ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം മൗലിക അവകാശമല്ല എന്നാണ് എൻ്റെ തോന്നൽ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കപ്പെടേണ്ട കോടതി ഒരു കോടതിയെയും സമീപിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യ. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല നിയമനിർമ്മാണം. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ സർമ്മമത സമ്മേളനം ബന്ധമുണ്ട്, ശിവലിംഗ പ്രതിഷ്ഠ ബന്ധമില്ല. 1903 SNDP സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞു. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവ് ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി വള്ളത്തോൾ. സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വ്യക്തി. ലോകകപ്പ് ഫുട്ബോൾ നേടിയത് ഉറുഗ്വേ. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ഫുട്ബോൾ നേടിയത് ബ്രസീൽ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്നത് റെനിൽ വിക്രംസിൻഹ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് VP മേനോൻ. ചേരുംപടി ചേർക്കുക. ഡയറക്റ്റ് തന്നെ ഭിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തിലൂടെ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയം 1986. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 പാറ്റേൺ ഡോക്ടർ TS കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാരം പ്രതിഭ റായ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റായ വസ്തുത ഏത് എന്നതാണ് ചോദ്യം. തെറ്റായ വസ്തുതകൾ ബിയും ഡിയും തെറ്റാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റേത്? ഇത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യമാണ്, ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാൻ ഹിമാലയം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം, ശൈത്യകാലത്തല്ല ചൂടുകാലത്താണ് പശ്ചിമ ബംഗാളിൽ കാൽബൈശാഖി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ശരി. അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ.
രേഖാംശം ശരിയാണ്. കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. എല്ലാം ശരി. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത എന്ന് കേൾക്കുമ്പോൾ അറിയാം പാലക്കാട് ചുരം. നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം നെയ്യാറാണ്. നെയ്യാർ തെക്കേ അറ്റത്തുള്ള നദിയാണ്. കേരളത്തിലെ ദേശീയ ജലപാത NW3 കൊല്ലം കോട്ടപ്പുറം. കേരളത്തിലെ വൈദ്യുത പദ്ധതികളിൽ ഒറ്റയാൻ സിയാൽ, ബാക്കിയെല്ലാം ജലവൈദ്യുത പദ്ധതികൾ. കേരള മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. മഴനിഴൽ പ്രദേശം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ചിന്നാർ. ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പർ. പ്രഥമ കേരള ഒളിമ്പിക്സ് ഏതു ജില്ലയിലാണ് നടന്നത്? ആദ്യത്തെ കേരള ഒളിമ്പിക്സ് നടന്നത് എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നത് ഖദർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45. UN മാനവ വികസന സൂചിക 2022. ഇന്ത്യയുടെ സ്ഥാനം 134. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ. 45-ാം ചോദ്യം ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ഈ വാക്കുകൾ ഗാന്ധിജിയുടേതാണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതമാസ്പദമാക്കി പുറത്തിറക്കിയ ചലച്ചിത്രം 800. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ബ്രസീൽ. പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായത് കണ്ടെത്തുക. ശുദ്ധരക്തം വഹിക്കുന്നത് ശ്വാസകോശ സിര, അശുദ്ധരക്തം വഹിക്കുന്നത് ശ്വാസകോശ ധമനി. ബിയും സിയും ശരിയാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എയും ഡിയും. മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ജ്വാലാമുഖി. ഫിറമോണിന് ഉദാഹരണമായത് ബോംബിക്കോൾ. ബാക്കിയെല്ലാം സസ്യ ഹോർമോണാണ്. ഫിറമോൺ ഒരു ജന്തു ഹോർമോണാണ്. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ്യൂ കൺസർവേഷന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിൻ്റെ വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നിപ്പ രോഗത്തിന് കാരണമായത് വൈറസ്. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്, ഫോമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയിൽ ഉൾപ്പെടാത്തത് വികിരണം. പിച്ചളയുടെ ഘടകമായി വരുന്ന ലോകം സിങ്ക്. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ലാവോസിയർ. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ചാന്ദ്രയാൻ 3. ചേരുംപടി ചേർക്കുക. ക്ഷയം മൈക്കോബാക്ടീരിയ ട്യൂബർകുലോസിസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം വൈവാക്സ്. മന്ത് പരത്തുന്ന കൊതുക് ക്യൂലക്സ് കൊതുക്. വായുവിൽ കൂടി പകരുന്ന രോഗം മീസൽസ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. ലോകത്താദ്യമായി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണം സ്പിഗ്മോ മാനോമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഇൻസുലിൻ കുറയുന്ന അവസ്ഥയാണ് പ്രമേഹം. കരളിൽ ഗ്ലൂക്കോസ് അല്ല ഫാറ്റി ലിവർ. അപ്പം 2ഉം 3ഉം ശരിയാണ്. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റം മൃതസഞ്ജീവനി. ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ചത് അമൃതം ആരോഗ്യം.
2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ആട്ടം. അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിലെത്തുന്നത് മലിനജലത്തിലൂടെ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ്. 4 ഘട്ടങ്ങളിലെയും GK, കറണ്ട് അഫെയർ, സയൻസ് ഇവ നമ്മൾ ചർച്ച ചെയ്തു. എല്ലാവരും ഈ ചോദ്യങ്ങൾ പല ആവർത്തി നന്നായി പഠിക്കുക. നമ്മുടെ 10th പ്രിലിംസിന് ഇതിൽ നിന്നുള്ള സാധ്യതാ ചോദ്യങ്ങൾ കാണും. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.